ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തലമുറകളുടെ സൗഖ്യം ഈ ശുശ്രൂഷയുടെ 4-ാം ദിനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തെയോർത്തും നമ്മോട് കാണിക്കുന്ന അവിടുത്തെ വിശ്വസ്തതയോർത്തും നന്ദിയുള്ളവരാകാം. പലരും ഒത്തിരി സന്തോഷത്തോടെ ചില അനുഭവങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പങ്കുവെച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. അവരെല്ലാം ഈശോ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. പലരുടെയും ജീവിതത്തിൽ ഈ ശുശ്രൂഷ അല്പമായിട്ടെങ്കിലും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റി. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് കൃതജ്ഞതയുള്ളവരാകാം. ഈ 4-ാം ദിനത്തിൽ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് നമുക്ക് അടിയറവ് വയ്ക്കാം. ഇടമുറിയാതെ ആത്മാവിൻ്റെ സാന്നിധ്യവും അഭിഷേകവും നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന തലമുറകളിലേക്കും ഒഴുകപ്പെടുവാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. വിട്ടുപിരിയാത്ത തകർച്ചകളും വിവിധങ്ങളായ പ്രശ്നങ്ങളും വേദനകളും നൊമ്പരങ്ങളും മാനസിക രോഗങ്ങൾ, വൈകാരിക തകർച്ചകൾ, കുടുംബജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളും വിള്ളലുകളും സംശയങ്ങളും അസ്വസ്ഥതകളും എല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാം കർത്താവിനൊന്ന് സമർപ്പിച്ച് ഈശോയുടെ രക്ഷാകരമായ സൗഖ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ വംശപരമ്പരകളിലേക്കും തലമുറകളിലേക്കും കർത്താവിൻ്റെ സൗഖ്യദായകമായ ശക്തി പ്രവഹിക്കുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 18-ാം സങ്കീർത്തനം 29-ാമത്തെ തിരുവചനം, അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. എത്ര അനുഗ്രഹീതമായ വചനമാണ്! കർത്താവിൻ്റെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും. പിശാചിൻ്റെ കോട്ടകളെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും നമ്മുടെ തലമുറകളിലും ഇന്നോളം പിശാച് ഉയർത്തിയിരിക്കുന്ന അശുദ്ധിയുടെ, ജഡീകതയുടെ, ലൗകികതയുടെ, വിവിധങ്ങളായ പാപബന്ധനത്തിൻ്റെ, വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, സുഖലോലുപതയുടെ വിവിധങ്ങളായ ദുർഗമങ്ങളായ കോട്ടകള് എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ അതിനെ തകർത്ത് ഞാൻ അതിനെയെല്ലാം ഭേദിക്കുമെന്ന് സങ്കീർത്തകൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നാം ഓരോരുത്തരും പ്രഖ്യാപിക്കുക. എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ദുഷ്ടന്റെ എല്ലാവിധ സൈന്യ നിരകളെയും ഞാൻ ഭേദിക്കും, ഞാൻ അവന്റെ കോട്ടകളെ ചാടിക്കടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ദൈവത്തിന്റെ സർവ്വ ആയുധങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ ധരിപ്പിക്കുകയാണ്. കർത്താവിന്റെ ആയുധങ്ങൾ നമ്മുടെ കരങ്ങളിലുണ്ട്. യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം, യേശുവിന്റെ വചനം, പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, പ്രാർത്ഥനകൾ, പരിത്യാഗങ്ങൾ, പരിഹാര ശുശ്രൂഷകൾ, കർത്താവിന്റെ ജീവനുള്ള വചനം, ഇതെല്ലാം സ്വർഗം നമ്മെ അണിയിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആയുധങ്ങളാണ്. സഹോദരങ്ങളെ, ഈ ആയുധങ്ങളുടെ പിൻബലത്താൽ ഏത് കോട്ടകളെ തകർക്കുവാനും, എത്ര വലിയ പാപരോഗ ശാപബന്ധനങ്ങളെ നിർവീര്യമാക്കുവാനും, നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കുവാനും, നമ്മുടെ തലമുറകളെ കർത്താവായ യേശുവിൻ്റെ രക്ഷാകരമായ സൗഖ്യത്തിലേക്ക് നയിക്കുവാനും നമുക്ക് കഴിയുമെന്ന് ആത്മാവ് ഉറപ്പു തരികയാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്ഷാകരമായ സൗഖ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും തലമുറകളിലേക്കും സ്വന്തമാക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് ശ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം
3-ാം അധ്യായം 17-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവിലടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവിലടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറകളിലേക്ക് ആത്മാവ് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. വിവിധങ്ങളായ പാപബന്ധനങ്ങളാൽ നമ്മുടെ തലമുറ പലപ്പോഴും കുരുങ്ങിക്കിടക്കുകയാണ്. ദൈവകൃപയ്ക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം, ദൈവാനുഗ്രഹം നിറഞ്ഞൊഴുകുവാൻ സാധിക്കാത്ത വിധം നമ്മുടെ തലമുറകളിലെ കേടുപാടുകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം ഒഴുകപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം പകരപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി ഈ തലങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ നമ്മൾ ഒന്നിച്ചൊന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സൗഖ്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വിമോചനം നൽകുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് അത്ഭുതത്തിന്റെ ആത്മാവാണ്. സഹോദരങ്ങളെ, ആത്മാവ് നൽകുന്ന അഭിഷേകം സ്വീകരിച്ച് ആത്മശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ, അതിന്റെ തായ് വേരുകളെ, വംശപരമ്പരകളെല്ലാം പരിശുദ്ധാത്മാവിന് അടിയർ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് സകലത്തിനും മതിയായവനാണ്. 10,000-ങ്ങളാണ് ഈ ശുശ്രൂഷയിൽ ഒന്നിച്ചൊരു കുടുംബമായി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വേദനകളെ കാണാതെ പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രതിസന്ധികളെ പരിഹരിക്കാതെ മാറി നിൽക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവിടുന്ന് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഹോളി സ്പിരിറ്റ്, ഓ സ്പിരിറ്റ്, ആത്മാവേ, ആത്മാവേ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, തലമുറകളിലേക്ക് വരണമേ, രക്ഷാകര സൗഖ്യമായി, ജീവശക്തിയായി, കൃപയുടെ സമൃദ്ധിയായി, അനുഗ്രഹത്തിന്റെ അഭിഷേകമായി വംശപരമ്പരകളിലേക്ക്, കുടുംബത്തിന്റെ തായ് വേരുകളിലേക്ക് ആത്മാവേ വരണമേ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹൃദയം തുറന്ന് സ്തുതിച്ച്, മടുപ്പ് കൂടാതെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അവിടുത്തെ തിരിച്ചോരയാൽ കഴുകണമേ. സകല കേടുപാടുകളിലേക്കും കർത്താവിന്റെ പരിശുദ്ധ രക്തം ഒഴുകട്ടെ. ഹോളി ബ്ലഡ് ഓഫ് ജീസസ്, ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. പാപശക്തികളെ തകർക്കുന്ന, ശാപക്കെട്ടുകളെ പൊട്ടിക്കുന്ന, പൈശാചിക ആധിപത്യങ്ങളെ ഛിന്നഭിന്നമാക്കുന്ന യേശുവിന്റെ തിരുരക്തമേ, കറയില്ലാത്ത രക്തമേ, കളങ്കമില്ലാത്ത രക്തമേ, അത്ഭുത രക്തമേ, ഞങ്ങളുടെ തലമുറകളിലേക്ക് ഒഴുകുക. ഓരിക്കല ബുറൂഷി അരി ബാബാ, ഓരിക്കലബ റിന്ദരനബല റിഖാലു ബീബി. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുത കൃപകൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ് നൽകുന്ന രക്ഷാകര സൗഖ്യം സ്വന്തമാക്കി കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് ഒരു മനസ്സോടെ വിശ്വാസത്തിൽ ഒന്നിച്ചു പാടുകയാണ്. ആമേൻ, ആമേൻ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിനാ. തിരിച്ചോര വീഴട്ടെ, തിരിച്ചോര ഒഴുകട്ടെ എല്ലാ ബ്രാഞ്ചസിലേക്ക്, കുടുംബവൃക്ഷം മുഴുവനിലേക്ക്, 4 തലമുറകളിലേക്ക്, മുൻ തലമുറകളിലേക്ക്
ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ. വിശ്വാസത്തോടെ ഉറക്കെ പ്രഖ്യാപിച്ച് Holy blood of Jesus, യേശുവിന്റെ തിരുച്ചോരയെ ഞങ്ങളെ പൊതിയണമേ, കുടുംബങ്ങളെ കഴുകണമേ, കുടുംബവൃക്ഷത്തെ ശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ രക്തത്തിനാ. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. There is power, Power, Amen. power, Glory. wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ കുടുംബങ്ങൾ കഴുകപ്പെടുന്നതായി, തലമുറകൾ ശുദ്ധീകരിക്കപ്പെടുന്നതായി വിശ്വാസത്തിൽ കണ്ടുകൊണ്ട്, വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ഒന്നിച്ച് വിളിച്ച് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച്, തിരിച്ചോരയെ വിളിച്ച്, രക്തത്തെ വിളിച്ച്, ഇരുകരങ്ങളുയർത്തി ഒരിക്കൽ കൂടെ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ രക്തമേ, കറയില്ലാത്ത രക്തമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കഴുകണമേ, കുടുംബങ്ങളെ കഴുകണമേ, എല്ലാ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് തലമുറ തലമുറയായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചികാധിപത്യങ്ങളിൽ നിന്ന്, പാപശക്തികളിൽ നിന്ന്, വിട്ടുമാറാത്ത രോഗപീഡയിൽ നിന്ന്, ശാപബന്ധനങ്ങളിൽ നിന്ന്, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക പീഡകളിൽ നിന്ന് കുടുംബങ്ങളെ, തലമുറകളെ സ്വതന്ത്രമാക്കണമേ. Release. Oh, your power. Anointing, anointing, anointing. സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, കറയില്ലാത്ത രക്തം, തിരുരക്തം, 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 പരിശുദ്ധ രക്തം, പരിശുദ്ധ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. പരിശുദ്ധ അമ്മേ, തിരുകുടുംബത്തിന് നാഥേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും, ഞങ്ങളായിരിക്കുന്ന വംശപരമ്പരകളെയും, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ തായ് വേരുകളെയും അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. അമ്മ എല്ലാം ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. എല്ലാ ക്രമക്കേടുകളെയും അമ്മ ക്രമപ്പെടുത്തണമേ. ശൗസേ പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, പ്രാർത്ഥിക്കണമേ. പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാം ഭരമേൽപ്പിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധരെ, മാലാഖമാരെ കാവലായിരിക്കണമേ, കൂട്ടായിരിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. എല്ലാവർക്കും സന്തോഷമാണോ? നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചനകളെ സ്വീകരിക്കുവാൻ ഹൃദയം തുറന്ന് അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരിക്കാം. തലമുറകളുടെ സൗഖ്യം, ഈ ഒരു ശുശ്രൂഷ ഈ സമയത്ത് എന്തിനാണ് കർത്താവ് നമുക്കായി നൽകിയത്? കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. എത്രയോ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത പ്രശ്നങ്ങളും പരാജയങ്ങളും തകർച്ചകളും, മാനസികമായ രോഗങ്ങളും, അകാല മരണങ്ങളും, അപകട മരണങ്ങളും, അത്യാപത്തുകളും, കൊടിയ സാമ്പത്തിക പ്രതിസന്ധികളും, ഏർപ്പെടുന്ന എല്ലാറ്റിലുള്ള പരാജയം, ഒന്നിലും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ അധോഗതിയിലേക്ക് ഓരോ ദിവസം കഴിയും തോറും
ജീവിതം കൂടുതൽ കൂടുതൽ പരാജയത്തിലെത്തുന്ന എത്രയോ ആയിരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലുമുണ്ട്. ഈ ദിനങ്ങളിൽ പലരും വ്യക്തിപരമായി എന്നെ വിളിച്ചു, സഹോദര സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെക്കുറിച്ചാണ് ഈ ദിനങ്ങളിൽ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുമ്പോൾ ഒത്തിരി ആശ്വാസം ലഭിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്ന സങ്കീർണങ്ങളായ പ്രതിസന്ധികൾ കർത്താവ് കാണുന്നുവല്ലോ. ഞങ്ങളെക്കുറിച്ച് വിചാരമുള്ള കർത്താവിൻ്റെ തിരുമുൻപിലാണല്ലോ ഞങ്ങൾ ആയിരിക്കുന്നത്. ഈ ഒരു അവബോധം അനേകർക്ക് പ്രത്യാശയും ഉണർവും നൽകുന്നതായി പലരും സാക്ഷ്യപ്പെടുത്തി. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിച്ചേ. നാം ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലവും തലമുറകളിലെ പ്രശ്നങ്ങളും ധ്യാനപൂർവം പ്രാർത്ഥനാപൂർവം തിരിച്ചറിഞ്ഞ് രൂഢമൂലമായ ചില പ്രശ്നങ്ങൾ കണ്ടെത്തി ദൈവവചനത്തിൻ്റെയും ആത്മീയ ശുശ്രൂഷകളുടെയും സഹായത്തോടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നേടുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും ബാധിച്ചിരിക്കുന്ന ആ കേടുപാടുകളിലേക്ക് കർത്താവായ യേശുവിൻ്റെ രക്ഷാകരമായ സൗഖ്യത്തെ വിളിച്ചിറക്കി ആ സൗഖ്യദായകമായ അഭിഷേകം സ്വന്തമാക്കി നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുക. ഈ ഒരു ദൈവിക പദ്ധതിയാണ് ഈ ശുശ്രൂഷ നമുക്കായി ഒരുക്കപ്പെടുവാനുള്ള കർത്താവിൻ്റെ ആ കാരുണ്യം എന്ന് പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2:11 നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് ഈ ശുശ്രൂഷ. ദൈവകരുണ നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഒഴുകപ്പെടുവാൻ, നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ തലമുറകളെ വിമോചിപ്പിക്കുവാൻ, കുടുംബങ്ങളെ സുഖപ്പെടുത്തുവാൻ കർത്താവ് നമ്മോട് അതിയായ കാരുണ്യം കാണിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളോടും തലമുറകളോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ദൗത്യം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ ആദ്യ ദിനത്തിൽ അത് ചിന്തിച്ചതാണ്. എങ്കിലും ഈ 4-ാം ദിനത്തിൽ പുതുതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട്. അവരുടെ ശ്രദ്ധയ്ക്കായി വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്താണ്? ദൈവം തൻ്റെ ജീവൻ അഥവാ കൃപ, വരപ്രസാദം തൻ്റെ മക്കൾക്ക് നേരിട്ടു മാത്രമല്ല നൽകുന്നത്. അതിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ, കർത്താവിൻ്റെ അഭിഷിക്ത വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേഷിതർ, ഈ വ്യക്തികളിലൂടെയും സംവിധാനങ്ങളിലൂടെയും തിരുസഭ, കുടുംബം, വിശുദ്ധ സമൂഹങ്ങൾ, ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം കർത്താവ് തൻ്റെ ജീവൻ, തൻ്റെ രക്ഷാകരമായ സൗഖ്യം നമ്മിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെയും നമ്മുടെ പൂർവീകരുടെയും തിരുത്തപ്പെടാത്ത മാരക പാപങ്ങളുടെ ദുരന്ത ഫലങ്ങളുടെ ഒഴുക്ക് തടയാൻ, തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന പാപശക്തികളെ, ശാപശക്തികളെ, അതിൻ്റെ വ്യാപനത്തെ തടയാനും, അടുത്ത തലമുറകളുടെ അടിസ്ഥാനം കർത്താവ് യേശുവിൽ ഉറപ്പിക്കുവാനും ദൈവം നമ്മെ വിളിക്കുകയും അതിനായി നിയോഗിക്കുകയുമാണ്. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര വലിയ ദൗത്യമാണ് സഹോദരങ്ങളെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. തലമുറകളെ വീണ്ടെടുക്കുവാനുള്ള ദൗത്യം, കുടുംബങ്ങളെ സുഖപ്പെടുത്തുവാനുള്ള ദൗത്യം, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനുള്ള ദൗത്യം. യെശയ്യാ പ്രവചനം 61:4 നമ്മൾ കണ്ടു,
തലമുറകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിനാശങ്ങൾ അവർ പരിഹരിക്കും. ശ്രദ്ധിക്കണമേ ആ വചനം. നമ്മുടെ ദൗത്യത്തിൻ്റെയും വിളിയുടെയും ഭാഗമാണത്. തലമുറകളായി ഉണ്ടാകുന്ന വിനാശങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ, മാറാ രോഗങ്ങൾ, ശാപഗ്രസ്തമായ തകർച്ചകൾ, കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ, കലഹങ്ങൾ, വെറുപ്പ്, വൈരാഗ്യം, സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ, കടക്കെണികൾ എന്നുവേണ്ട വിവിധങ്ങളായിട്ടുള്ള ശാപഗ്രസ്തമായ തകർച്ചകളെ പരിഹരിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. യെശയ്യാ പ്രവചനം ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. 61 അധ്യായം 9 വചനത്തില് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നം ഇതാണ്. അവരുടെ തലമുറ ജനതകളുടെ ഇടയിലും സന്തതികൾ രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവരെല്ലാം ഏറ്റുപറയും. സഹോദരങ്ങളെ, ഈ വചനം തരുന്ന കൃപയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും ഉയർത്തുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അവരെ കാണുന്നവരെല്ലാം വിളിച്ചു പറയും, ഇതാ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജനം, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ, കർത്താവിനാൽ അനുഗ്രഹീതരായ മക്കൾ, കർത്താവിനാൽ അനുഗ്രഹീതരായ ദമ്പതികൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എന്ന് അനേകര് പറയുമാറ് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും സമൃദ്ധി സ്വർഗം അളവില്ലാത്ത വിധം പകരുകയാണ്. ഹല്ലേലൂയ! എന്തൊരു കൃപയുടെ സമൃദ്ധിയാണത്. 23-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്യുന്നു. സഹോദരങ്ങളെ, നിറഞ്ഞൊഴുകുന്ന അഭിഷേകത്തിലേക്ക്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്, വ്യാപരിക്കുന്ന ദൈവകൃപയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും കർത്താവ് വിളിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന ഒരു അഭിഷേകം, വലിയൊരു ഔട്ട് പോറിങ്, ഒരു കവിഞ്ഞൊഴുക്ക്, കൃപയുടെ അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് കർത്താവ് തരികയാണ്. ഈ ഒരു അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്തുമാത്രം കൈപ്പേറിയ അനുഭവങ്ങളും തകർച്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആകട്ടെ, കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ബലിയിൽ ഈ പ്രതിസന്ധികൾക്കെല്ലാം പൂർണ്ണമായ ഉത്തരവുമുണ്ട്, പരിഹാരമുണ്ട്. ഇത് വെറും ഒരു കെട്ടുകഥയല്ല. കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ബലി എന്ന് പറയുന്നത് അത് ഒരു മിഥ്യാ സങ്കല്പമല്ല. ലോക ചരിത്രത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം മാനവകുലത്തിന്റെ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി സമഗ്ര വിമോചകനായ കർത്താവായ യേശു ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി മരക്കുരിശിൽ തറയ്ക്കപ്പെട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നമ്മുടെ പാപമായി അവൻ മാറി നമ്മെ എന്നേക്കുമായി വീണ്ടെടുത്ത് രക്ഷിച്ചു. കർത്താവിൻ്റെ തിരുബലിയിൽ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയവും മാനസികവും വൈകാരികവും ശാരീരികവും സാമൂഹികവും സാമ്പത്തികവുമായ സകല പ്രതിസന്ധികൾക്കുമുള്ള പൂർണ്ണമായ ഉത്തരവും പരിഹാരവും ഉണ്ട്. ഹല്ലേലൂയ! വിശ്വാസത്തോടെ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ജീസസ് ഈസ് ആൻസർ. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പൂർണ്ണമായ ഉത്തരമാണ്. ആർക്ക് സംശയം വേണ്ട പ്രിയപ്പെട്ടവർ, സംശയം വേണ്ട. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! ഹല്ലേലൂയ! പുറപ്പാട് പുസ്തകം 15:26 നമ്മുടെ തലമുറകളെ നോക്കിക്കൊണ്ട് കർത്താവ് തരുന്ന സുന്ദരമായൊരു പ്രോമീസാണ്. ആ വചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം. എന്താ അവിടെ പറയുന്നത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യഹോവ റാഫ, ഞാൻ സൗഖ്യത്തിന്റെ ദൈവമാണ്. തലമുറകളെ സുഖപ്പെടുത്തുവാൻ, അവിടെയുള്ള കേടുപാടുകളെ പരിഹരിക്കുവാൻ, കുടുംബങ്ങളെ സൗഖ്യമാക്കുവാൻ, കുടുംബ ബന്ധങ്ങളെ സുഖപ്പെടുത്തുവാൻ
കഴിയുന്നവനായ കർത്താവ്, ഞാൻ സൗഖ്യത്തിൻ്റെ ദൈവമാണ്, യഹോവ റാഫ. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രോമിസിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്നലെ ശുശ്രൂഷയിൽ കണ്ടു, ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്ന, ദൈവാനുഗ്രഹത്തെ ഇല്ലാതാക്കുന്ന, കുടുംബങ്ങളെയും തലമുറകളെയും തുടർച്ചയായി സ്വാധീനിച്ചിരിക്കുന്ന ചില ശാപഗ്രസ്തമായ തകർച്ചകളെക്കുറിച്ച് പ്രധാനമായ 7 തലങ്ങൾ നമ്മളതിൽ കണ്ടു. അതിന് ചില വാഗ്ദത്ത വചനങ്ങൾ 6ഉം 7ഉം ആ തകർച്ചകളിലെ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് ജസ്റ്റ് ഈ സമയം ഒന്ന് കാണാം, ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. 6ഉം 7ഉം തുടർച്ചയായ ആപത്തുകൾക്കും അപകടങ്ങൾക്കും മറ്റു വിനാശങ്ങളിൽ നിന്ന് വിടുതലിന്റെ വാഗ്ദത്ത വചനങ്ങൾ. 7ാമത്തെ തലമാണ് തലമുറകളായി നമ്മൾ കണ്ടുവരുന്ന ആത്മഹത്യകള്, അകാല മരണങ്ങള്. നമ്മുടെ പല കുടുംബങ്ങളിലും തലമുറകളിലും ഈ സ്വാധീനങ്ങളുണ്ട്. എത്ര കുടുംബങ്ങളിലാ പലരും ആത്മഹത്യ ചെയ്യുക, നിസാര കാര്യങ്ങളെ പ്രതി ആത്മഹത്യ, വിഷം കുടിച്ച് മരിക്കുക, കെട്ടിത്തൂങ്ങി ചാവുന്നു, മറ്റു പല വിധത്തിൽ അവരുടെ ജീവൻ അവർ നഷ്ടപ്പെടുത്തി കളയുന്നു. പലവിധ അകാല മരണങ്ങൾ, അപകട മരണങ്ങൾ. ഈ തകർച്ചയിൽ നിന്ന് കുടുംബങ്ങളെ, തലമുറകളെ വിമോചിപ്പിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാന വചനങ്ങളാണിത്. പ്രസാദവരത്തിൽ ദൈവകൃപയിൽ നിറഞ്ഞ് വിശ്വാസത്തോടെ ഈ വചനങ്ങൾ നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നൽകുന്ന രക്ഷാകര സൗഖ്യം നമ്മളിലേക്ക് ഒഴുകപ്പെടുകയാണ്. തുടർന്ന് നമുക്ക് വചനത്തിലോട്ട് വരാം. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടൊരു വചനം. എൻ്റെ സഹോദരങ്ങളെ, ജ്ഞാനിയായ സോളമൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇപ്രകാരം പറഞ്ഞു. സുഭാഷിത പുസ്തകം 26-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. പരിശുദ്ധ വചനം പറയുന്നു, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. ചില ശാപഗ്രസ്തമായ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, തലമുറകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു, അതിൻ്റെ പുറകിൽ ചില ആത്മീയ കാരണങ്ങളുണ്ട്. അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. ഒരു ശാപഗ്രസ്തമായ സ്വാധീനം നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിൻ്റെ പുറകിൽ ചില കാരണങ്ങളുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി സംഭവിച്ച ചില പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളുടെ സ്വാധീനങ്ങൾ അവിടെ കിടപ്പുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ആത്മീയവും ഭൗതികവുമായ ഏത് പ്രതിസന്ധിക്കും ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആത്മീയ കാരണമുണ്ട്. പുറപ്പാട് പുസ്തകം 3:10 ദൈവമായ കർത്താവ് മോശ പ്രവാചകനെ വിളിച്ചു പറയുന്നത്, തൻ്റെ ജനം വർഷങ്ങളായ അടിമത്തത്തിലാണ്. സന്തോഷമില്ല, ആനന്ദമില്ല, വിജയമില്ല, അവർക്ക് വേണ്ടതൊന്നും കൃത്യമായി ലഭിക്കുന്നില്ല. കഷ്ടതയിലും വേദനയിലും പ്രതിസന്ധിയിലും ദൈവജനമായിരിക്കുകയാണ്. ദൈവമായ കർത്താവ് പറഞ്ഞു, മോശേ, എൻ്റെ ജനത്തിൻ്റെ ദുരിതത്തിന് യഥാർത്ഥ കാരണം ഈജിപ്ത് ദേശമല്ല. ആ യഥാർത്ഥ റൂട്ട് കോസിലേക്ക്, ആ മൂല കാരണത്തിലേക്ക് ദൈവം തന്നെ പ്രവാചകനായ മോശയെ വിടുകയാണ്. ദൈവം എങ്ങോട്ട് അയച്ചത്? ഞാൻ നിന്നെ ഫറവയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. കർത്താവ് മോശയ്ക്ക് കൊടുത്ത പ്രൊഫറ്റിക് മിഷൻ, പ്രവാചക ദൗത്യം അതാണ്. ഞാൻ നിന്നെ ഫറവയുടെ അടുക്കിലേക്ക് അയക്കാം. അപ്പൊ ദൈവജനം അനുഭവിക്കുന്ന കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും തകർച്ചകൾക്കുമുള്ള കാരണം ഈജിപ്ത് ദേശത്തേക്കാൾ ഉപരി ആ ഫറവയാണ്. ആ റൂട്ട് കോസിലേക്ക്, യഥാർത്ഥ മൂല കാരണത്തിലേക്ക് തൻ്റെ പ്രവാചകനെ കർത്താവ് അയക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, തുടർച്ചയായി നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരാജയങ്ങൾക്കും തകർച്ചകൾക്കും അസ്വസ്ഥതകൾക്കും ഇതുപോലെ
ചില റൂട്ട് കോസുകളുണ്ട്, മൂലകാരണങ്ങളുണ്ട്. അതെന്താണെന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് ഭയചകിതരാകേണ്ട ആവശ്യമില്ല. നമ്മളിത് എന്തോരം അന്വേഷിച്ചാൽ നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ചകഞ്ഞ് പോയി സമയം കളയരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണെങ്കിലും അത് പരിഹരിക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുമില്ല. ഈശോയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് വെച്ച് നമ്മൾ അനുദിനം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളിൽ ഈ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അനുതാപ ഹൃദയത്തോടെ പ്രസാദപര നിറവിൽ നമ്മൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയും അഭിഷേകവും ഈ വിഷയത്തിന്മേൽ ശക്തിയോടെ വ്യാപരിക്കും. സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകും, ഹീലിംഗ് ഉണ്ടാകും, വിമോചനത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളയുന്ന, ദൈവകൃപ സ്വീകരിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ തലമുറകളെയും കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും സ്വാധീനിച്ചിരിക്കുന്ന ചില ശാപഗ്രസ്തമായ തകർച്ചകളുടെ ചില കാരണങ്ങളിലേക്ക് ആത്മാവ് വെളിച്ചം വീശുകയാണ്. നമ്മളിത് പങ്കുവെക്കുമ്പോൾ വളരെ തുറന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും തലമുറകളെ നമ്മൾ പരിശോധിക്കുക. നമ്മൾ ഭയപ്പെടുവാനും അസ്വസ്ഥപ്പെടുവാനല്ല ഇത് പറയുന്നത്. നമ്മളങ്ങനെ ഒരു ഭയവും നമുക്ക് വേണ്ട. ഞാൻ വീണ്ടും പറയട്ടെ, ജീസസ് ഈസ് ദ ആൻസർ. യേശു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമാണ്. നമ്മുടെ സകല പ്രതിസന്ധികൾക്കും നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ തകർച്ചകൾക്കുമുള്ള ഉത്തരവും പരിഹാരവുമാണ് നമ്മുടെ കർത്താവായ യേശു. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ടുണ്ടാകണം. ഒന്നാമത്തെ ഒരു പ്രധാന കാരണം എൻ്റെ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയാണ്. എല്ലാ 10 പ്രമാണങ്ങളിൽ ഏറ്റവും പരമോന്നതവും പ്രധാനവുമായിട്ടുള്ള കൽപ്പന എന്ന് പറയുന്നത് 1-ാം പ്രമാണം തന്നെയാണ്. 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് പ്രിയപ്പെട്ടവരെ. തുടർച്ചയായിട്ടുള്ള ഈ 1-ാം പ്രമാണ ലംഘനങ്ങൾ നമ്മൾ വേണ്ടത്ര അനുദപിക്കാതെ, ആ പാപം തിരുത്തപ്പെടാതെ, നമ്മൾ അതിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാതെ, കർത്താവിൽ നിന്ന് പാപമോചനം സ്വീകരിക്കാതെ അതിൽ അത് തുടർച്ചയായിട്ട് ആ കുടുംബങ്ങൾ ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സംഭവിക്കും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വചനങ്ങളിൽ വളരെ കർശനമായ വിധത്തിലാണ് ദൈവമായ കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വചനം ശ്രദ്ധിക്കാം. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ മഹത്വം നീ വേറെ ഒന്നിനും നൽകരുത്. ഞാൻ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അതിനാഥനും സർവശക്തനുമാണ്. എൻ്റെ മഹത്വം നീ മറ്റൊന്നിനും നൽകരുത്. ലേവ്യ പുസ്തകം 20:6 കർത്താവ് വീണ്ടും വ്യക്തമാക്കുകയാണ്. ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും. അതാണ് കൃപ നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ അവനെതിരെ മുഖം തിരിക്കും. ആ കുടുംബങ്ങളിൽ തലമുറകളിൽ ദൈവകൃപയുടെ ഒഴുക്ക് നിലച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ദൈവം കൃപ തരാഞ്ഞിട്ടല്ല, പകരപ്പെടുന്ന കൃപ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഈ പ്രമാണ ലംഘനത്തിലൂടെ നാം പിശാചിനെ വഴി തുറന്നു കൊടുത്തു. നമ്മുടെ ജീവിതത്തിന്മേൽ അവൻ അവകാശം കൊടുത്തു. അവൻ ക്ലെയിം ചെയ്യുക, ഇതെൻ്റേതാണെന്ന് പറഞ്ഞ് ഞാൻ മുഖം തിരിക്കും. വ്യക്തമായി ദൈവത്തിന് തിരുവെഴുത്ത് പറയാ, ഞാൻ മുഖം തിരിക്കും. വീണ്ടും നിയമാവർത്തന പുസ്തകം 31:18 വന്ന് ഞാൻ അവർ അന്യദേവന്മാരെ പിഞ്ചെന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും. ശ്രദ്ധിക്കണം, എൻ്റെ മുഖം മറച്ചു കളയും. കാര്യസാധ്യതയ്ക്ക് വേണ്ടി, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലീകരിക്കപ്പെടാൻ വേണ്ടി, അഭിവൃദ്ധി ഉണ്ടാകാൻ, സാമ്പത്തിക നന്മയുണ്ടാകാൻ, കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ, നമ്മെ ദ്രോഹിച്ചവരെ നശിപ്പിക്കാൻ, കർത്താവിനെ ഉപേക്ഷിച്ച്
കർത്താവിൻ്റെ വചനത്തെ അവഗണിച്ച് മാന്ത്രിക ശക്തികൾ, പൈശാചിക ശക്തികൾ, തിന്മയുടെ ശക്തികൾ, വിപരീത ശക്തികൾ, ഇരുട്ടിൻ്റെ വഴികളിലേക്ക് നമ്മൾ പോകുമ്പോൾ താൽക്കാലികമായ നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉന്നതിയൊക്കെ ചിലപ്പോൾ ലഭിച്ചു എന്ന് വരും. പക്ഷെ അതിലൂടെ നാം നമ്മുടെ ആത്മാവിനെ പിശാചിന് പണയം വയ്ക്കുകയാണ്. പിശാച് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അവകാശം പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ സഹോദരൻ, നമ്മളിത് മനസ്സിലാക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ വീണ്ടും 18-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ വചനം എന്താ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം വായിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. ദുരാചാരങ്ങൾ അനുകരിക്കരുത്. എല്ലാ ആഘോഷങ്ങളും എല്ലാ ആചാരങ്ങളും കർത്താവിൻ്റെ ജനത്തിന് അഭികാമ്യമല്ല പ്രിയപ്പെട്ടവരെ. കാര്യം മനസ്സിലായല്ലോ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? കൂടുതൽ വിശദീകരണം വേണ്ടത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ട. എല്ലാ ആഘോഷങ്ങളും പരിശുദ്ധാത്മാവില്ലാത്ത, കർത്താവിൻ്റെ വചനത്തെ അവഗണിച്ച് കളയുന്ന, കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായ ആഘോഷങ്ങളും പരിപാടികളും ആർഭാടങ്ങളും ദൈവജനത്തിന് ഭൂഷണമല്ല എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്. നീ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. അടുത്ത വചനം എന്താ പറയുന്നത്? മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശനികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട് ശുദ്രക്കാരൻ, വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. ഇവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കുറ്റമറ്റവൻ. വളരെ കർശനമായ ഭാഷയിൽ ദൈവമായ കർത്താവ് പറയാ, എൻ്റെ മകനെ, മകളെ, എൻ്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം. ഞാൻ മാത്രമാണ് ദൈവമായ കർത്താവ്. എൻ്റെ മഹത്വം നീ മറ്റൊന്നിനും കൊടുക്കരുത്. ഉദാഹരണത്തിന് ഈ തറയിലൂടെ നിലത്തേക്കിനെ എഴുതി നടക്കുന്നൊരു പാറ്റ, ഞാൻ മൊബൈലിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട്, നിങ്ങൾ ചിന്തിക്കുക, അതിങ്ങനെ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ആ പാറ്റയുടെ മുകളിൽ നിങ്ങൾ എൻ്റെ പേര് എഴുതാൻ ചിന്തിക്കുക. സന്തോഷ് കരുമത്ര, നിങ്ങൾ എന്നെ പാറ്റയാക്കി അധപതിച്ച് കളയാണ്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തത്. സർവശക്തനും സർവാധിപനുമായ കർത്താവിൻ്റെ മഹത്വം നമ്മൾ ഈ സൃഷ്ടവസ്തുക്കൾക്ക് കൊടുക്കുകയാണ് പലപ്പോഴും. ഇത് എന്തൊരു നിന്ദ്യമായ പ്രവൃത്തിയാണ്. കർത്താവിന് എന്തുമാത്രം നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്. പെട്ടെന്ന് കാര്യം നടക്കണം, പെട്ടെന്ന് ഉന്നതി ഉണ്ടാവണം. ഇതിനു വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ധ്യാനങ്ങളും വചനങ്ങളൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് കുറേയൊക്കെ മാറിയെന്ന്. പക്ഷെ ഞാൻ പല വൈദികരോട് സംസാരിക്കുമ്പോൾ പല അച്ഛന്മാരോട് പറയപ്പെടുന്നത്, ഡെലിവറൻസ് ശുശ്രൂഷകൾ ചെയ്യുന്ന വൈദികരെന്നോട് പറയാറുണ്ട്, എൻ്റെ പൊന്നു സഹോദര, ഇത്രയും ധ്യാനങ്ങളും വചനങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടും ഇപ്പോഴും ഇതുപോലെ മന്ത്രവാദവും കൂടോത്രവും ആഭിചാര ക്രിയകളും ഇതുപോലെ കർത്താവിൻ്റെ നിന്ദ്യമായിട്ടുള്ള ഒന്നാം പ്രമാണ ലംഘനവുമായി ജീവിക്കുന്ന 10,000 ഇന്ന് നമ്മുടെ സഭയിൽ തന്നെ ഉണ്ടെന്ന് വളരെ വേദനയോടെ, സഹോദരങ്ങളെ, വേദനയോടെ പലപ്പോഴും ഈ വിമോചന ശുശ്രൂഷകൾ ചെയ്യുന്ന വൈദികർ പങ്കുവെക്കാറുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ദൈവം, ഇത്രയും ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ കേരള കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടും ഇപ്പോഴും ഈ ബന്ധനങ്ങൾ, ഇത്തരത്തിലുള്ള പൈശാചിക ജീവിത ശൈലികളിൽ നിന്ന് അനേകർക്ക് വിമോചനം കിട്ടിയിട്ടില്ലേ എന്ന്. പെട്ടെന്ന് കാര്യം നടക്കണം. അത് കർത്താവാണെങ്കിലും ശരി, പിശാചാണെങ്കിലും ശരി, എനിക്കെൻ്റെ കാര്യം നടക്കണം. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്ന് അനേകർക്കുള്ളത്. ഇത് വളരെ അപകടമാണ് പ്രിയപ്പെട്ടവരെ. കത്തോലിക്ക സഭയുടെ മതബോധനം ഇതിനെക്കുറിച്ച് എന്താ പഠിപ്പിക്കുന്നത്? 2116 ഖണ്ഡികയിൽ സഭ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് അത് വായിക്കണം. ജ്യോതിഷത്തിൻ്റെ എല്ലാ രൂപങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. സാത്താൻ അല്ലെങ്കിൽ പിശാചുക്കൾ ആശ്രയിക്കുന്നത് മരിച്ചവരോളം മാന്ത്രിക സംവേദനം അല്ലെങ്കിൽ ഭാവി വെളിപ്പെടുത്തുന്ന വിദ്യാസങ്കല്പത്തിൽ ചെയ്യപ്പെടുന്ന മറ്റു പ്രവൃത്തികൾ, ജാതകം നോട്ടം, നക്ഷത്രഫലം, കൈനോട്ടം, ശകനങ്ങളുടെയും കുറികളുടെയും വ്യാഖ്യാനം, അതീന്ദ്രിയ ദർശനം എന്ന ഇത് സഭയെ പഠിപ്പിക്കുന്നത്. ഇത് ആരുടെയും കണ്ടുപിടുത്തല്ല. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനമാണിത്.
മാധ്യമങ്ങളോടുള്ള ആലോചന തേടൽ നമുക്ക് ദൈവത്തോട് മാത്രമുണ്ടായിരിക്കേണ്ട ബഹുമാനവും ആദരവ്, സ്നേഹപൂർണമായ ഭയം എന്നിവയ്ക്ക് എതിരാണ് ഇത്തരത്തിലുള്ള നിന്ദ്യ പ്രവർത്തികളെന്ന് സഭ പഠിപ്പിക്കുക. എത്ര ശക്തമായിട്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ഒന്നാം പ്രമാണത്തെ ആദരിക്കുന്നത്. നോ കോംപ്രമൈസ്. ഇന്ന് അനേകം കുടുംബങ്ങളുടെയും തലമുറകളുടെയും തകർച്ചയുടെ അടിസ്ഥാന കാരണം ഈ പ്രമാണ ലംഘനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദപിക്കണം. അനുദപിച്ചാൽ പിശാചിന്റെ പിടിപൊട്ടും. അനുതാപം വളരെ പ്രധാനപ്പെട്ടതാണ്. 2110 ഖണ്ഡികയിൽ വീണ്ടും തിരുസഭ പഠിപ്പിക്കുകയാണ്, തൻ്റെ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഏക കർത്താവിനെ അല്ലാതെ മറ്റു ദേവരെ ആരാധിക്കുന്നത് ഒന്നാമത്തെ കൽപ്പന വിലക്കുന്നു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. യെശയ്യാ പ്രവചനം 45:21 വാക്യം പെട്ടെന്ന് ശ്രദ്ധിക്കാം. കർത്താവ് വീണ്ടും സംസാരിക്കുക. യെശയ്യാ 45:21 എന്താ ഈശോ പറയുന്നത്? എന്താ പറയുന്നത്? കർത്താവായി ഞാൻ തന്നെയല്ലേ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. വളരെ ശക്തമായിട്ട് കർത്താവ് പ്രഖ്യാപിക്കുക, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ പൈശാചിക സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ കടന്നു പറ്റുവാൻ നമ്മൾ തുറന്നു കൊടുക്കുന്ന ചില വഴികൾ, വാതിലുകൾ, അതെന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അത് ഡിസ്പ്ലേ ചെയ്യാൻ പോവുക. പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ശ്രദ്ധിച്ച്. ആധുനിക ലോകത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആധുനിക ലോകത്തിൽ തിന്മയുടെ സ്വാധീനം കടന്നു വരുന്ന അതീന്ദ്രിയ നിഗൂഢ പ്രവർത്തികൾ ഇത് നമ്മുടെ കുടുംബത്തിൽ പലരും ചെയ്യുമ്പോൾ, കുടുംബത്തിൽ ആര് ചെയ്താലും നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ സ്വാധീനം ആ കുടുംബത്തിലുണ്ടാകും. നമ്മൾ കണ്ടു, അത് ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്ക് അത് പ്രസരിക്കും, അത് വ്യാപരിക്കും. അതിനുള്ള ശക്തിയുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. മന്ത്രവാദം, ചില പൈശാചിക സേവകൾ നടത്തിയിട്ടുള്ള പൈശാചിക സ്വാധീനങ്ങൾ ആവഹിച്ചിട്ടുള്ള ചില തരം കല്ലുമാലകൾ, പലപ്പോഴും അത് ശുശ്രൂഷ ഞാൻ കണ്ടുമുട്ടിയിട്ട് ചില കല്ലുമാലകൾ, അങ്ങനെയുള്ള മോതിരങ്ങൾ, ജാതകം, നക്ഷത്രഫലം, ഭാഗ്യം പറച്ചിൽ, ലക്ഷണം നോക്കൽ, ശകുനം, കാട്ടറബി മന്ത്രം. അത് വളരെ ഡേഞ്ചറസ് ആയൊരു സാധനമാണ്. കാട്ടറബി മന്ത്രം, ജിന്നിൻ്റെ സേവ, അക്യുപ്രഷർ, അക്യുപങ്ക്ചർ എന്ന് പലയിടങ്ങളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. മനോനിയന്ത്രണം, ന്യൂ ഏജ് മൂവ്മെൻറ്റ്, ക്രിസ്ത്യൻ സയൻസ്, ഈസ്റ്റേൺ മിസ്റ്റിസം. ഞാനിതൊന്നും ഓരോന്നെടുത്ത് നമുക്ക് പഠിപ്പിക്കാൻ സമയമില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒക്കൾട്ട്, തിയോസഫി, യോഗ, അതിൻ്റെ റൂട്ടൊക്കെ അപകടമാണെന്ന് കത്തോലിക്ക സഭ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതീന്ദ്രിയ ധ്യാനം, സാത്താൻ സേവ, ജ്യോതിഷം, കൈരേഖ, ആസ്ട്രൽ ട്രാവൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പൈശാചിക സ്വാധീനങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നു വരുന്ന കാര്യങ്ങളാണ് സഹോദരങ്ങളെ. പലപ്പോഴും ഇത് പാപമാണെന്ന് തിരിച്ചറിയാതെ, അനുദപിക്കാതെ, നമ്മളിത് പാപം ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് പാപമോചന കൃപയും സ്വീകരിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ നമ്മൾ മൂലവും അല്ലെങ്കിൽ നമ്മൾ മുൻ തലമുറകളിൽ ഇതൊക്കെ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളതിനോർത്ത് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയും. ഇല്ലെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും. പകരപ്പെടുന്ന കൃപയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാരണമാണ്, രണ്ടാമത്തെ ഒരു തലമാണ് ബലഹീനരോടും നിസ്സഹായരോടും ചെയ്യുന്ന ക്രൂരതകൾ, കടും കൈകൾ. ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരും, ബലഹീനരോടും നിസ്സഹായരോടും ചെയ്യുന്ന ക്രൂരതകൾ, കടും കൈകൾ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെ, തങ്ങൾക്കായി ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത വിധം നിസ്സഹായരായിട്ടുള്ളവരെ, കുഞ്ഞുങ്ങൾ അല്ലെ, കുഞ്ഞുമക്കൾ, ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ അബോർഷൻ ചെയ്ത് കൊല്ലുക. വളരെ ക്രൂരമായ പ്രവൃത്തിയല്ലേ. നമ്മൾ കുറ്റബോധത്തിലേക്ക് പോകണ്ട. അങ്ങനെയുള്ളവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നമ്മൾ ആ പാപം ഏറ്റു പറഞ്ഞതാണ്. എങ്കിലിനി
ആരെങ്കിലും അത് ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ പൂർണ്ണമായ അനുതാപത്തോടെ ഹൃദയ തകർച്ചയോടെ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കണം, തലമുറകളെ വീണ്ടെടുപ്പിന് വേണ്ടി. എൻ്റെ സഹോദരങ്ങളെ, അതുപോലെ അംഗവിഹീനമായിട്ടുള്ളവരോട്, ഗർഭിണികളോട്, പ്രായമായിട്ടുള്ളവരോട്, അനാഥരോ, വിധവകള്, ഇവരോടൊക്കെ കാണിക്കുന്ന ക്രൂരതകള് അത് അപകടമാണെന്ന് പരിശുദ്ധ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരുണ്യത്തിനെതിരായ പാപങ്ങളാണ്. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങളാണ്. നിലവിളിക്കുന്ന പാപങ്ങളുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങളുണ്ട് സഹോദരങ്ങളെ. അതിൽ പെട്ടതാണ് കാരുണ്യത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങള്, നിസ്സഹായരോട് ചെയ്യുന്ന കടും കൈകള്, ബലഹീനരോട് കാണിക്കുന്ന ക്രൂരതകള്, കയ്യൊക്കൊള്ളാൻ കാര്യക്കാരൻ. അത് ലോകത്തിന്റെ സിദ്ധാന്താണ്. കർത്താവിന്റെ പോളിസി അതല്ല പ്രിയപ്പെട്ടവർ, അതല്ല. ഒരു ക്രൈസ്തവന്റെ നിയമം എന്ന് പറയുന്നത് കർത്താവിന്റെ പരിശുദ്ധ വചനത്തിൽ അടിസ്ഥാനമിട്ടതാണ് ഒരു ക്രൈസ്തവന്റെ ജീവിതം. ദൈവത്തിന്റെ വചനം എന്നോടും നിന്നോട് എന്തു പറയുന്നുവോ അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. സുഭാഷിത പുസ്തകം, സുഭാഷിതങ്ങള് 22:16 പരിശുദ്ധ വചനം പറയുന്നു, ശ്രദ്ധിക്കാം. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയും സമ്പന്നർക്ക് പാരിതോഷം നൽകുകയും ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിബന്ധിക്കും. കണ്ടു, സാമ്പത്തിക പല പ്രതിസന്ധികളുടെ ആത്മീയ ഭൗതികമായ തകർച്ചയുടെ കാരണം അതാണ്. ദരിദ്രരെ ഞെരുക്കുക സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി. വീണ്ടും സുഭാഷിതങ്ങൾ 23:10 പറയുന്നു, എന്താ പറയുന്നത്? പണ്ടയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെയും പാവപ്പെട്ടവരുടെ നിലം കയ്യേറുകയോ ചെയ്യരുത്. അതൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. സ്വത്ത് തർക്കം, സ്ഥലസംബന്ധമായ പ്രശ്നങ്ങൾ, ഒരു തുണ്ട് മണ്ണിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി എന്തൊക്കെ അടിപിടികളെ കാണിക്കുന്നത്. നമ്മൾ മാന്തിയെടുക്കുന്നു, അല്ലെങ്കിൽ അതിർത്തിക്കല്ല് മാറ്റുന്നു. ഇതൊക്കെ ഇന്നും ധാരാളം നടക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അറിയുന്നില്ല ഈ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ അതിലൂടെ ഒഴുകപ്പെടുന്ന കൃപകളെ നമ്മൾ തടസ്സപ്പെടുത്തി നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും നമ്മൾ നാശത്തിലേക്ക് നയിക്കുകയാണെന്നുള്ള കാര്യം സഹോദരങ്ങളെ നമ്മൾ മറന്ന് ജീവിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ സ്ഥിരം താമസിക്കാൻ വന്നവരല്ല. നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട്. അത് നമ്മൾ അവഗണിക്കരുത്, അറിയാതെ പോകരുത്. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു. ആ വചനത്തിന്റെ അവസാന ഭാഗത്തോട്ട് വന്നേ. 23:10 സുഭാഷിതങ്ങൾ 23:10 എന്താ പറയുന്നത്? അനാഥരുടെ നിലം കയ്യേറുകയോ അരുത്. വീണ്ടും യാക്കോബിന്റെ ലേഖനം 5:4 പറയുന്നു. യാക്കോബ് 5:4 എന്താ പറയുന്നത്? നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. നിസ്സഹായരാണ് അവര്. അത് നിലവിളിക്കുകയാണ് ദൈവസന്നിധിയിൽ. മലാക്കി പ്രവചനം 3:5 ഇതേ സത്യം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി പരിശോധിക്കുക പ്രിയപ്പെട്ടവരെ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ, ഞാനുമായി ബന്ധപ്പെട്ടവരിലൂടെ എൻ്റെ അറിവിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് തലമുറകളുടെ വിശുദ്ധീകരണത്തിനും കുടുംബവൃക്ഷത്തിന്റെ സൗഖ്യത്തിനുമായി നമ്മൾ അനുദപിച്ച് പാപമോചനം സ്വീകരിക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. മൂന്നാമത്തൊരു തലമാണ് പ്രിയപ്പെട്ടവരെ, ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്ന കുടുംബങ്ങളെ, തലമുറകളെ, നമ്മുടെ കുടുംബവൃക്ഷത്തെ കേടുപാടുള്ളതാക്കി മാറ്റുന്ന ഒരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട തലമാണ് കൊലപാതകം. 5-ാം പ്രമാണ ലംഘനമാണ്, കൊലപാതകം. നമ്മൾ ചിന്തിക്കും നമ്മൾ ആരെയും കൊന്നിട്ടില്ലല്ലോ എന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പരിശുദ്ധ ബൈബിള് പലപ്പോഴും നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പല ആത്മീയ മർമ്മങ്ങളും പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു തരും. ഇസ്രായേൽ രാജാവായ ആഹാബും അവൻ്റെ ദുഷ്ടയായ ഭാര്യ ജസബല്, ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു നിഷ്കളങ്കനായൊരു പാവപ്പെട്ട മനുഷ്യൻ, നാബോത്ത് എന്നാണ് അവൻ്റെ പേര്. ആ നാബോത്തിന് ഈ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിന് തൊട്ടടുത്ത് സുന്ദരമായി വിശാലമായൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഈ മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ വേണ്ടി തൻ്റെ മണി പവർ, സാമ്പത്തിക ശക്തി ഉപയോഗിച്ച്
തൻ്റെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ച്, തൻ്റെ ആൾബലം ഉപയോഗിച്ച്, താൻ രാജാവാണല്ലോ, എല്ലാവിധ ഫോഴ്സുകളും പവറുകളും രാജാവിനുണ്ട്. ഈ ശക്തിയും സ്വാധീനം ഉപയോഗിച്ച് പാവപ്പെട്ട നാബോത്തിനെ കൊന്നുകളഞ്ഞ് അവൻ്റെ മുന്തിരിത്തോട്ടം, അർഹതപ്പെടാത്ത ഈ മുന്തിരിത്തോട്ടം ആഹാബും ജെസബലും കൈക്കലാക്കുകയാണ്. ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയായിലൂടെ ശക്തമായ മുന്നറിയിപ്പ് ദൈവം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വചനങ്ങൾ പിന്നീട് ശ്രദ്ധിച്ചാൽ മതി, അതൊക്കെ വായിച്ച് നമ്മൾ ധ്യാനിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ കണ്ടു. 1 രാജാക്കന്മാർ, ഫസ്റ്റ് കിങ്സ് 21-ന്റെ 1 മുതൽ 7 വരെയും, അതുപോലെ തന്നെ 21-ാം അധ്യായം 17 മുതൽ 25 വരെയും ഉള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം കൊടുത്ത മുന്നറിയിപ്പ്, നിഷ്കളങ്ക രക്തം ചിന്തി, രക്തത്തിന്റെ കറ, രക്തപാതകം ആഹാബിന്റെ കുടുംബത്തിലേക്ക് വരികയാണ്, അവന്റെ തലമുറയിലേക്ക് വരികയാണ്. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, ആഹാബിന്റെ ഭാര്യയായ ജെസബല് പ്രവാചകനായ ഏലിയ പറഞ്ഞതുപോലെ, പ്രവചിച്ചതുപോലെ മരിക്കുകയാണ്. അവളുടെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചെതറിപ്പോയി. നായ്ക്കൾ അവളുടെ രക്തം കുടിച്ചു, അവളുടെ ശരീരം വലിച്ചു കീറിയെന്ന പ്രവചന ഗ്രന്ഥത്തിൽ കാണുന്നത്. എന്താ കാരണം? നിഷ്കളങ്ക രക്തം ചിന്തി, അർഹതപ്പെടാത്തത് കൈക്കലാക്കി, രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ച്, സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് പാവപ്പെട്ട നിസ്സഹായനായ നാബോത്തിനെ കൊന്നുകളഞ്ഞു. ഇന്ന് ഈ വിധമുള്ള അക്രമങ്ങളും അനീതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും പല കുടുംബങ്ങളിൽ സമ്പത്തും പ്രതാപവുമുള്ള കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ചില അടിച്ചമർത്തലുകൾ ആരും അറിയാതെ ചിലരെ കൊന്നുകളഞ്ഞു, കുഴിച്ചുമൂടി, ചോദിക്കാനും പറയാൻ ആളില്ല. പലരെയും അർഹതയില്ലാത്ത വിധം ക്രൂരമായി പീഡിപ്പിച്ചു. മാനസിക ശാരീരികമായ പീഡനങ്ങളേറ്റ എത്രയോ പേരുണ്ട്. അവരത് നിശബ്ദമായി സഹിച്ചു. കാരണം ജീവനിൽ കൊതിയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ താൻ വധിക്കപ്പെടുമോ എന്നുള്ള പേടി മൂലം അതൊക്കെ സഹിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഉയരുന്നൊരു വേദനയും വിലാപവും കണ്ണുനീരുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നിലവിളിക്കുന്ന പാപങ്ങൾ. അതൊരിക്കലും നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമല്ല, തലമുറയ്ക്ക് കൃപയല്ല. അത് അനേകരെ നശിപ്പിച്ചു കളയും. ഇന്ന് പല കുടുംബങ്ങളുടെ അടിസ്ഥാനം തകർന്നതിന് കാരണം അതാണ്. നല്ല പ്രതാപത്തിലായിരുന്ന പല കുടുംബങ്ങളിൽ ഇന്ന് തകർന്നു പോയി, ക്ഷയിച്ചു പോയി. അതിൻ്റെ എല്ലാറ്റിൻ്റെ പുറകിൽ ഇതാണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ പല കുടുംബങ്ങളും ക്ഷയിച്ചു പോയതിൻ്റെ പുറകിൽ ഇതുപോലെയുള്ള ചില രക്തപാതകത്തിൻ്റെ രക്തക്കറകളുണ്ട്, അനീതിയുടെ കറകളുണ്ട്, അക്രമത്തിൻ്റെ കറകളുണ്ട്. സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 30-ഉം 37-ഉം വചനങ്ങൾ അത് വായിച്ച് ധ്യാനിക്കണം. ജെസബലിന്റെ മരണം നമുക്ക് കാണാൻ പറ്റും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 29 മുതൽ 40 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ രാജാവായ ആഹാബിന്റെ മരണം, അവൻ യുദ്ധത്തിൽ മുറിവേറ്റ് കൊല്ലപ്പെടുകയാണ്. നായ്ക്കൾ അവന്റെ രക്തം നക്കി കുടിക്കുന്നു. എന്തൊരു ദാരുണമായ അന്ത്യമാണ് പ്രിയപ്പെട്ടവർ. നിങ്ങൾ ശ്രദ്ധിക്കണം. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകൾ പരിശുദ്ധമായിരിക്കും. വേര് അശുദ്ധമെങ്കിൽ ശാഖകളും അശുദ്ധമായിരിക്കും. ഒരു വ്യക്തിയുടെ ജീവിതം എപ്രകാരമാണോ അതുപോലെ ആയിരിക്കും ആ വ്യക്തിയുടെ മരണം, അന്ത്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ എപ്രകാരമാണ് ജീവിക്കുന്നത്, ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ അന്ത്യം സംഭവിക്കുക. ചില എത്ര നല്ല മരണങ്ങളുണ്ട്, നല്ല മരണങ്ങൾ, എത്ര സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് അവർ പോകുന്നു. ചിലരാകെ അലറി വിളിച്ച്, കൂകി വിളിച്ച്, ഭയപ്പെട്ട്, അസ്വസ്ഥപ്പെട്ട്, ഇറിറ്റേറ്റ്, നമുക്ക് പോലും ഭയപ്പെടുമാറുള്ള ലഹളയും ബഹളവും ഒക്കെ ആയിട്ട് പലരിങ്ങനെ മരണപ്പെടുന്നു. മനസ്സ്, നമ്മുടെ ജീവിതം പോലെ ആയിരിക്കും നമ്മുടെ അന്ത്യം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആഹാബിൻ്റെയും ജെസബലിൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന സത്യം അതാണ്. നമ്മൾ അനേകം ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെയുള്ള രക്തക്കറകളും രക്തപാതകമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. എന്നാൽ സഹോദരങ്ങളെ, പുതിയ നിയമപ്രകാരം നമ്മുടെ കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ജോൺ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ
എന്താ ഈശോ പറഞ്ഞത്? സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സഹോദരിയെ വെറുക്കുന്നവൻ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, സ്ഥാനമാനത്തിൻ്റെ പേരിൽ, വസ്തുവകളുടെ പേരിൽ സ്വന്തം സഹോദരൻ സഹോദരിയുമായി സംസാരിക്കാത്ത, ഹൃദയത്തിൽ പിണക്കവും നീരസവും വൈരാഗ്യവും വെറുപ്പുമുള്ള എത്രയെത്രയോ ആയിരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സഹോദരനെയോ സഹോദരിയെയോ വെറുക്കുന്നവർ കൊലപാതകിയാണ്. അവരിൽ നിത്യജീവനില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിഷ്കളങ്ക രക്തം. ഇന്ന് എത്ര അബോർഷൻ ക്ലിനിക്കുകൾ, അത് നിർവഹിച്ച നമ്മൾ അവർക്കൊക്കെ വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ ഭീമൻ പോലെയുള്ള അബോർഷൻ ക്ലിനിക്കുകളുണ്ട്. ഓരോ ദിവസം ആയിരക്കണക്കിന് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന അബോർഷൻ ക്ലിനിക്കുകൾ, ആ കൃത്യം നിർവഹിക്കുന്നവരെ, അത് ഓർഗനൈസ് ചെയ്യുന്നവരെ, എന്തുമാത്രം ഏജൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ. നമ്മളിതെല്ലാം കരുണയ്ക്ക് വേണ്ടി, അവിടെയാണ് പ്രോ ലൈഫ് മിനിസ്ട്രിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള രക്തക്കറകൾ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കും, തലമുറകളെ നശിപ്പിക്കും. കണ്ണുനീരോട് നമുക്ക് അനുദപിക്കാം, ഏറ്റുപറയാം. ഹല്ലേലൂയ. നാലാമത്തൊരു തലമാണ് പ്രകൃതി വിരുദ്ധവും നിയമവിരുദ്ധവുമായ ലൈംഗിക ബന്ധങ്ങൾ. ഇന്നലത്തെ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു, ജഡീക പാപങ്ങൾക്ക് നമ്മുടെ തലമുറകളെ നശിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുന്നത് പോലെയല്ല. നൈമിഷികമായ ശരീരസുഖത്തിനു വേണ്ടി നമ്മുടെ ശരീരത്തെ നാം പിശാചിനെ വിട്ടുകൊടുക്കുമ്പോൾ നാം തിരിച്ചറിയാതെ പോകുന്നു. നമ്മൾ പിശാചിന് വഴി തുറന്നു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്മേലും നമ്മുടെ കുടുംബത്തിന്മേലും അവൻ ആധിപത്യം പുലർത്താൻ നമ്മൾ അവകാശം കൊടുക്കുകയാണ്. അവൻ ക്ലെയിം ചെയ്യുകയാണ്, ഈ മുതല്, ഈ സ്വത്ത്, ഈ സമ്പത്ത് എൻ്റേതാണ്, ഈ ആത്മാവ് എൻ്റേതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം അടിമുടി മാറും. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മുടെ ഹൃദയങ്ങളെ പിശാച് അന്ധമാക്കിയിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രത തന്ന് ഈ സത്യങ്ങളെ നമ്മിൽ നിന്ന് സാത്താൻ മറച്ചു വെച്ചിരിക്കുകയാണ്. ഹോസിയ പ്രവചനം 5-ാം അധ്യായം 4-ാം വചനത്തിൽ കർത്താവിൻ്റെ വേദനയാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവർ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂത അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. വ്യഭിചാര ദുർഭൂത അവരിൽ കുടികൊള്ളുന്നു. സ്പിരിറ്റ് ഓഫ് അഡൾട്ടറി. ഇന്ന് അനേകം കുടുംബങ്ങളുടെ നാശത്തിൻ്റെ കാരണം, ഇന്ന് അനേകം തലമുറകളിൽ കേടുപാടുകൾ സംഭവിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം 6-ാം പ്രമാണത്തിൻ്റെയും 9-ാം പ്രമാണത്തിൻ്റെയും ലംഘനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇത് കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങളാണ്, മാറ്റമില്ലാത്ത വചനങ്ങളാണ്. ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ഈ വചനത്തിൽ, ജഡീക പാപങ്ങൾ തലമുറകളെ നശിപ്പിക്കും, കുടുംബങ്ങളെ താറുമാറാക്കും, അത് ബന്ധങ്ങളെ നശകൊശമാക്കി മാറ്റും. നമുക്കതിൽ സംശയം വേണ്ട. ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 20:3 അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെ ഈജിപ്ത് രാജാവായ അബിമലേക്ക് സ്വന്തമാക്കുകയാണ്. ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമലേക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരാൻ പോകുന്നു, നീ ശവമായി തീരാൻ പോകുന്നുവെന്ന്. കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. അർഹതയില്ലാത്തൊരു പുരുഷനെ, സഹോദരിമാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനെ സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങൾ പിണമായി മാറും. അർഹതയില്ലാത്ത സ്ത്രീയെ സ്വന്തമാക്കുവാൻ പുരുഷന്മാരായ സഹോദരന്മാരായി ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ പിണമാവുകയാണ്, ശവമായി മാറുകയാണ്. വളരെ വളരെ ഡേഞ്ചറസ് ആയൊരു കാര്യമാണ്. ദൈവം അബിമേലെക്കിനോട് പറഞ്ഞു, അബിമേലെക്കേ, നീ ശവമായി മാറാൻ പോവാ. എന്നാ കഠിന വചനായത്. ഹല്ലേലൂയ. 9-ാം അതാണ് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, ഭർത്താവിനെയും മോഹിക്കരുത്. പരപുരുഷനെ ആഗ്രഹിക്കുന്നു, പരസ്ത്രീ ആഗ്രഹിക്കുന്നു. വിവാഹേതര ബന്ധങ്ങളൊക്കെ വളരെ അപകടം നിറഞ്ഞ
തിന്മകളാണെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. പല കുടുംബങ്ങൾ ഇന്ന് ഈ ആധുനിക നാളുകളിൽ ഈ ലോകത്തിൽ ഒരുപാട് ഇത് പെരുകി സഹോദരങ്ങളെ, പെരുകി. അവിഹിത ബന്ധങ്ങൾ, അവിഹിത വേഴ്ചകൾ, വിവാഹേതര ബന്ധങ്ങൾ ഇതുമാത്രം ഇന്ന് പെരുകി. നമ്മൾ അറിയുന്നില്ല അതെത്രമാത്രം അപകടം നിറഞ്ഞൊരു കാര്യമാണെന്ന്. ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 23:18 കൂടി നിങ്ങൾ ശ്രദ്ധിച്ച്, പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ച്. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികളെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കും. ദൈവം കരുണയല്ലേ, എൻ്റെ പാപങ്ങൾ ദൈവം പരിഗണിക്കില്ല. 22-ാം വചനം പറയുന്നു, 22-ാമത്തെ വചനം, ഭർത്താവിനെ ഉപേക്ഷിച്ച്, ഭാര്യ ഉപേക്ഷിച്ച്, അന്യനിൽ നിന്നും, അന്യ സ്ത്രീ അന്യ പുരുഷനിൽ നിന്ന് അവകാശിയെ നൽകുന്ന സ്ത്രീയും പുരുഷനും ഇങ്ങനെ തന്നെയാണ്. അവിഹിത ബന്ധങ്ങളോട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിഹിത വേഴ്ചയിലൂടെ ലഭിക്കുന്ന ഗർഭധാരണങ്ങൾ, ഇതൊക്കെ പല കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പല തലമുറകളിൽ അതിനോടത്ത് പലരും പശ്ചാത്താപിച്ചു, അവർ രക്ഷപ്പെട്ടു, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ പലപ്പോഴും വേണ്ട വിധം അനുതാപമില്ലാതെ, പാപമോചനം നേടാതെ, ഈ തിരുത്തപ്പെടാത്ത പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ, ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും പല കുടുംബങ്ങളെയും സ്വാധീനിക്കുന്നു. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണമേ. 25-ാം വചനം എന്താ പഠിപ്പിക്കുന്നത്? അവളുടെ കുഞ്ഞുങ്ങൾ വേര് പിടിക്കില്ല, അവൻ്റെ കുഞ്ഞുങ്ങൾ വേര് പിടിക്കില്ല, ശാഖകൾ ഫലം പുറപ്പെടുവിക്കില്ല എന്ന് പറഞ്ഞ് നോ റിസൾട്ട്. ജഡിക പാപങ്ങൾ തലമുറകളെ നശിപ്പിക്കും പ്രിയപ്പെട്ടവരെ. ഒരു ഉദാഹരണം കാണിച്ചു തരാം. പ്രഭാഷകന്റെ പുസ്തകം ഞാൻ പലപ്പോഴും കണ്ണുനീരോടുകൂടി വായിക്കാറ്. ഇത്രയും ജ്ഞാനിയായ സോളമനെ പറ്റിയ അബദ്ധം. പ്രഭാഷകന്റെ പുസ്തകം 47-19-20 വചനങ്ങളാണ്. സോളമാ, നീ നല്ല ജ്ഞാനിയായിരുന്നു, എന്നാൽ സ്ത്രീകൾക്ക് നീ അധീനനായി, അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി, നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, നിന്റെ സന്താന പരമ്പരകളെ നീ മലിനമാക്കി. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, നിന്റെ സന്തതി പരമ്പരകളെ നീ മലിനമാക്കി, നിന്റെ സന്താന പരമ്പരകളെ നീ അശുദ്ധമാക്കി. തലമുറകളെ മലിനപ്പെടുത്തുന്ന, തലമുറകളെ നശിപ്പിക്കുന്ന, തലമുറകളെ തകർക്കുന്ന കഠിന പാപമാണ് ജഡീക പാപങ്ങൾ. 6-ാം പ്രമാണ ലംഘനവും 9-ാം പ്രമാണ ലംഘനവും. ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഇന്നും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യഭിചാര ദുർഭൂതം അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു. വഴിപിഴച്ചു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ. കർത്താവിന്റെ മുമ്പിൽ കരയണം, കണ്ണുനീരൊഴുക്കണം, അനുതപിക്കണം, പാപങ്ങൾ ഏറ്റുപറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പൗലോസ്ലീഹ എഫെസസ്കാർക്കുള്ള ലേഖനം 5:5 പറയുന്നുണ്ട്, വ്യഭിചാരിക്കും അശുദ്ധനും കർത്താവിന്റെ രാജ്യത്തിൽ അവകാശമില്ല. ശക്തമായ ന്യായവിധിയാണ് അതിന് ലഭിക്കുക. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെ ക്രിസ്തുവിന് രാജ്യത്തിൽ അവകാശമില്ല. 5-ാമത്തെ ഒരു പ്രധാനപ്പെട്ട തലമാണ് ബന്ധങ്ങളുടെ തകർച്ച. ശ്രദ്ധിക്കണമേ, ബന്ധങ്ങളുടെ തകർച്ച. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, ഇത് ഡേഞ്ചറസ് ആയൊരു കാര്യമാണ്. ബന്ധങ്ങളുടെ തകർച്ച. വസ്തുവകളുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, സ്വത്തിൻ്റെ പേരിൽ തർക്കത്തിലും ബന്ധങ്ങൾ മുറിഞ്ഞുപോയ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. ഞാൻ പല കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തുമാത്രം കുടുംബങ്ങളിലെ കേസുകൾ ആര് തമ്മില? സ്വന്തം സഹോദരന്മാർ തമ്മിൽ. എന്തിൻ്റെ പേരിൽ? സ്വത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, വസ്തുവകളുടെ പേരിൽ. ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നുണ്ട് സഹോദരങ്ങളെ, തകർന്ന ബന്ധങ്ങൾ നാം പുനഃസ്ഥാപിക്കാതെ ദൈവകൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുകയും, ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത, മത്സര്യം. ഇതെല്ലാം ദൈവകൃപയെ തട്ടിക്കളയും പ്രിയപ്പെട്ടവരെ. സാമുവേലിന്റെ 1-ാം പുസ്തകം
15-ാം അധ്യായം 23-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, പാപമാണ്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അപ്പനോടോ എൻ്റെ അമ്മയോടോ പ്രിയപ്പെട്ടവരോട്, എന്നെ ദ്രോഹിച്ചവരോട്, എന്നെ പറ്റിച്ചവരോട്, എന്നെ ചതിച്ചവരോട്, എൻ്റെ സൽപ്പേരിനെ കളങ്കം വരുത്തിയവരോട് ആരുമാകട്ടെ, എൻ്റെ ഹൃദയത്തിൽ അല്പമായിട്ടെങ്കിലും മാത്സര്യമുണ്ടെങ്കിൽ, നീരസമുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അത് മന്ത്രവാദത്തിന് തുല്യമായ പാപമാണെന്ന് പരിശുദ്ധ വചനം പറയുന്നു. ആ വ്യക്തിയിലേക്കോ ആ കുടുംബത്തിലേക്കോ ദൈവകൃപ ഒഴുകപ്പെടുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരുന്നത് എബ്രായ പുസ്തകം 12-ാം അധ്യായം 15-ാം വചനത്തിൽ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. എന്താ വചനം പറയുന്നത്? ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവീൻ, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു, കൃപ നഷ്ടപ്പെട്ടു പോകുന്നു, അഭിഷേകം മങ്ങിപ്പോകുന്നു, കുടുംബങ്ങൾ, തലമുറകൾ ക്ഷയിച്ചു പോകുന്നു. എന്തുമൂലം? വിദ്വേഷം മൂലം, മാത്സര്യം മൂലം, വെറുപ്പ് മൂലം, നീരസം മൂലം, പക മൂലം, ക്ഷമിക്കാൻ പറ്റാത്തത് മൂലം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെയും തലമുറകളെ ഓർത്ത് നിരുപാധികം ക്ഷമിക്കാനായി നമ്മൾ ഒരുങ്ങണം. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താണ് ശ്ലീഹ പറയുന്നത്? നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ. സഹോദരങ്ങളെ, ദ്രോഹം ക്ഷമിക്കണം, വഞ്ചന സഹിക്കണം. കർത്താവിനെ പ്രതി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പിശാചിന്റെ തല എപ്പോഴാണ് തകർന്നത്? ഞാൻ വിശ്വസിക്കുന്നു, കുരിശിൽ കിടന്ന് ഈശോ സ്നേഹിച്ചു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് സ്നേഹിച്ച് ക്ഷമിച്ചു പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മുറിവേറ്റ പാദങ്ങളുടെ കീഴിൽ ശത്രുവായ പിശാചിന്റെ തല തകർക്കപ്പെടുകയാണ്. അവിടെ വീണ്ടെടുപ്പ് സംഭവിക്കുകയാണ്, പിശാചിന്റെ പിടികൾ പൊട്ടുകയാണ്. നമ്മുടെ കുടുംബം വിമോചനത്തിലേക്ക് വരണോ? നമ്മുടെ തലമുറകളിലേക്ക് കർത്താവിൻ്റെ രക്ഷാകരമായ സൗഖ്യം ഒഴുകപ്പെടണോ? നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയിൽ പൊതിയപ്പെടണോ? സഹോദരങ്ങളെ, നിരുപാധികം ക്ഷമിക്കണം. കാരണങ്ങൾ നികത്താൻ നമുക്ക് പലതും ഉണ്ടായിരിക്കാം. പൂർണ്ണമായി ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാകുക. കായേൻ്റെ കൊച്ചുമകൻ ലാമെക്കിനെ കുറിച്ച് നമ്മൾ കേട്ടു. അവൻ വീമ്പടിച്ച് പറയാണ്, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റെ പ്രതികാരം 77 ഇരട്ടിയായിരിക്കും. അത് ഓരോ തലമുറ കഴിയും തോറും അതിൻ്റെ തീവ്രത വർദ്ധിക്കുക. ഇത് മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ തീവ്രത, അതിൻ്റെ സ്വാധീനം വർദ്ധിക്കുകയാണ്. കായന് 7 ഇരട്ടിയെങ്കിൽ 3 തലമുറ കഴിയുമ്പോഴേക്കും ലാമേക്കിന് 77 ഇരട്ടിയായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, കുടുംബം വിശുദ്ധീകരിക്കപ്പെടണം, തലമുറകൾ സൗഖ്യം പ്രാപിക്കണം, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവകൃപ നിറയണം. നമുക്കൊരു നിത്യതയുണ്ട്, മറന്നു പോകരുതേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരു വിശുദ്ധ തലമുറയായി, വിശുദ്ധ കുടുംബമായി, വിശുദ്ധ ബന്ധങ്ങൾ നമ്മിൽ സ്ഥാപിതമാകുവാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. തുറന്നു വരുന്നത് അന്യായ സമ്പത്താണ്. ദൈവഹിതപരമല്ലാത്ത, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള, അർഹതപ്പെടാത്തത്, അതൊരു മുട്ടുസൂചിയാണെങ്കിലും നമ്മൾ കൈപ്പറ്റുന്നുവെങ്കിൽ അതൊരിക്കലും അനുഗ്രഹത്തിന് കാരണമാവുകയില്ല. അർഹതയില്ലാത്ത സമ്പത്ത് കുടുംബത്തിൽ വന്ന് കയറിയിട്ടുണ്ടോ? അന്യായമായ സമ്പത്ത് കയറി വന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ജെറമിയ പ്രവചനം 17-ാം അധ്യായം 11-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. എത്ര കൃത്യമായിട്ടാണ് ആത്മാവ് പറയുന്നത്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി, അർഹതയില്ലാത്ത, അത് കൈക്കൂലിയാകാം, വെട്ടിച്ചും പറ്റിച്ചും ചതിച്ചും മറ്റുള്ളവരെ താറടിച്ചും അധിക്ഷേപിച്ചും അർഹതയില്ലാത്ത വഴികളിലൂടെ ദൈവഹിതത്തിന് വിരുദ്ധമായ നേട്ടങ്ങൾ, ലാഭങ്ങൾ നമ്മൾ കൊയ്തെടുക്കുന്നുവെങ്കിൽ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്, ജീവിത മധ്യത്തിൽ അത് എന്നെയും നിന്നെയും വേർപിരിയും.
അവസാനം നമ്മൾ പൊതുസമൂഹത്തിൽ വിഡ്ഢികളായിട്ട് മാറും. ഓ, എത്ര ഷാർപ്പാണ് കർത്താവിൻ്റെ വചനം. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി വെട്ടുപലിശ, കള്ളപ്പലിശകൾ, ബ്ലേഡ് പലിശകൾ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്ത് നിസ്സഹായരായ മനുഷ്യരെ നമ്മളവരെ സഹായിക്കേണ്ടവരല്ലേ? ലൗകിക സമ്പത്ത് നമുക്ക് ഉണ്ടായിരിക്കെ നമ്മുടെ സഹോദരങ്ങൾ വിഷമിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ പറ്റാവുന്നതുപോലെ എല്ലാം കൊടുക്കാനല്ല പറയുന്നത്, സാധിക്കുന്നതുപോലെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ വെട്ടി പലിശ, ബ്ലേഡ് പലിശ വാങ്ങി എത്ര കുടുംബങ്ങളെ നശിപ്പിച്ച് കളഞ്ഞവരുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ അനുഗ്രഹമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിലവിളിക്കുന്ന പാപങ്ങളുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങളുണ്ട്, നമ്മൾ മറന്നു കളയരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹബക്കുക്ക് പ്രവചനത്തിൽ 2-ാം അധ്യായം 6-ാം വചനത്തിൽ ആത്മാവ് എന്താ പറയുന്നത്? ഇവർ നിന്ദയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും, സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത്? പണയ വസ്തുക്കൾ വാരിക്കൂട്ടുന്നവന് ഹാ കഷ്ടം. അർഹതപ്പെടാത്ത സമ്പത്ത് നിന്റെ കുടുംബത്തിൽ വന്നുപെട്ടിട്ടുണ്ടോ? നിന്റെ തലമുറയിൽ കയറിപ്പറ്റിയിട്ടുണ്ടോ? പലരും പറയുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത ലക്ഷങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് കർത്താവിൻ്റെ സാന്നിധ്യമുള്ള 10 രൂപ. അത് മതി. അതിലൂടെ കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചുയർത്തും. എത്ര അനുഭവങ്ങൾ. ഞാനൊരു അനുഭവം പറയാത്തതിന് കാരണം നമുക്ക് 5 ദിവസമേ ഈ ശുശ്രൂഷയ്ക്കായിട്ടുള്ളൂ. ഇത് വളരെ വിശദമായി അത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെ ആഴ്ചകളോളം നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. സമയപരിമിതി കൊണ്ടാണ് അനുഭവങ്ങളിലോട്ടൊന്നും പോകാത്തത്. എൻ്റെ സഹോദരങ്ങളെ, 2-ാം അധ്യായം ഹബക്കുക്ക് വീണ്ടും 9 മുതലുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ പ്രവാചകൻ ആത്മനിറവിൽ വിളിച്ചു പറയുക, ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിനെ തൻ്റെ കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, തൻ്റെ തലമുറകൾക്ക് വേണ്ടി അന്യായമായി ധനം നേടുന്നവനെ, പണം നേടുന്നവനെ ഹാ കഷ്ടം. ദൈവമേ എന്ന വചന, ഇത് കഠിന വചനമാണ്. 10-ാം വചനത്തിൽ എന്താ പറയുന്നത്? പല ജനതകളെയും നശിപ്പിച്ച്, പലരെയും വെട്ടിപ്പിടിച്ച്, കഴുത്തിന് പിടിച്ച്, പലരെയും മർദ്ദിപ്പിച്ച്, മാനസിക ശാരീരികമായി പീഡിപ്പിച്ച്, ഭയപ്പെടുത്തി, നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ചു. നിന്റെ ജീവൻ, അത് ആത്മാവാണ്, നിന്റെ ആത്മാവിനെ നീ നാശം വരുത്തി, നീ നഷ്ടപ്പെടുത്തി. 11-ാം വചനത്തിൽ പറയാണ് കർത്താവിൻ്റെ വേദനയാ. നിന്റെ വീട്, നീ അതുകൊണ്ടൊക്കെ നിർമ്മിച്ച വീട് വളരെ സുന്ദരമായ വീടായിരിക്കാം, പക്ഷെ ആ വീടിൻ്റെ, ആ ഭവനത്തിൻ്റെ ഭിത്തിയിലെ കല്ല് വിളിച്ചു പറയും, ആ ഭവനത്തിൻ്റെ മേൽക്കൂര മറുപടി പറയും, ഈ ഭവനം അന്യായത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഭവനമാണെന്ന്. നിന്റെ ഭവനത്തിലുള്ള ആ കല്ലുകൾ, ഇഷ്ടികകൾ വിളിച്ചു പറയുമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക. അനുതപിക്കണം സഹോദരങ്ങളെ, അനുതപിക്കണം. നമ്മൾ റിപ്പന്റ് ചെയ്യണം. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്, കൈപ്പറ്റിയിരിക്കുന്നത്? കൈക്കൂലി, അതുപോലെ തന്നെ പലവിധത്തിൽ വെട്ടിച്ച്, ചതിച്ച്, പറ്റിച്ച്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുക സഹോദരങ്ങൾ, സ്വയം പരിശോധിക്കുക. അന്യായമായ സമ്പത്ത് അതൊരിക്കലും തലമുറകൾക്ക് അനുഗ്രഹമല്ല. സുഭാഷിതങ്ങൾ 10:22 പറയുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് തരും, അത് തലമുറകൾക്ക് അനുഗ്രഹമായി തീരും. ദൈവഹിതമല്ലാത്ത ഒരു ലാഭവും ഒരു നേട്ടവും നമുക്ക് വേണ്ട എന്ന് നാം തീരുമാനമെടുക്കണം. അവസാനമായി സഹോദരങ്ങളെ, കണ്ണുനീരിൻ്റെ കറകൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വീണിട്ടുണ്ടെങ്കിൽ, അതാ നിലവിളിക്കുന്ന പാപങ്ങൾ, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ വീണിട്ടുണ്ടോ? തലമുറകളിൽ വീണിട്ടുണ്ടോ? അവർക്ക് കുറവുകളുണ്ട്. ആർക്കാ കുറവില്ലാത്ത? നമുക്ക് എന്തോരം കുറവുണ്ട്. അവർക്ക് പരിമിതികളുണ്ട്. നമ്മളെപ്പോലെ അറിവും വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. പ്രായമായി അവർക്കിപ്പോൾ പ്രയോജനപ്പെടാൻ ഒന്നുമില്ല. അവർക്ക് ഒന്നും നമുക്ക് തരാനായിട്ട് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല ഈ പ്രായത്തിൽ. പക്ഷേ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുക, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുക.
മിണ്ടാതിരുന്നവിടെ കുറെ നേരമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുക, മാനസിക ശാരീരികമായി അവരെ പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക. അങ്ങനെയുള്ള മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഒരിക്കലും അനുഗ്രഹമല്ല, ഒരിക്കലും അനുഗ്രഹമല്ല. മക്കളുടെ ഭവനങ്ങളെ ബലമുള്ളതാക്കുന്നത് പ്രഭാഷകൻ 3:8-9 പറയുന്നു, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമാണ്. അമ്മയുടെ കണ്ണുനീര് കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും. ഇന്ന് അനേകം കുടുംബങ്ങളുടെ അടിത്തറ ഇളകിയതിൻ്റെ കാരണം അമ്മമാരുടെ കണ്ണുനീര്. എത്ര കുടുംബങ്ങളിൽ ജയിലിൽ പോലെ അമ്മമാർ കരയുന്നു. ഈ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ, കഴിച്ചോ, വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡൊക്കെ മാറണ സഹോദരങ്ങളെ. കുറവുകളുണ്ടെന്നേ, കുറ്റങ്ങളുണ്ട് അവർക്ക്. പക്ഷെ നമുക്ക് ജന്മം നൽകാൻ ഉപയോഗിച്ച അമ്മയാണ്, ദൈവം ഉപയോഗിച്ച അമ്മയാണ്, അപ്പനാണത്. അവരെ മാനിക്കണം, ബഹുമാനിക്കണം. സുഭാഷിതങ്ങൾ 20:20 പറയുന്നു, അപ്പനെയോ അമ്മയെയോ പ്രാഗ്. നമുക്കറിയാലോ ആ ഭാഷ. പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ജീവിതത്തിൽ അവൻ എത്ര ഉന്നതനാണെങ്കിലും അവൻ അധികം മുന്നേറാൻ പറ്റുകയില്ല. അധികം മുന്നേറാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അധികം മുന്നേറാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ വചനം പറയാ, അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ ഭർത്താവിൻ്റെ പേരൻസ് നിങ്ങൾ സ്നേഹിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി, നമ്മുടെ ഭാര്യയുടെ പേരൻസിനെ സ്വന്തം പേരൻസ് പോലെ സ്നേഹിക്കണം. അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. വലിയ അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ഒരു വചനം കൂടിയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഭാഷിത പുസ്തകം അവിടെ ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണമേ 19-ാം അധ്യായം 26-ാമത്തെ വചനം എന്താ പറയുന്നത്? പിതാവിനോട് അതിക്രമം കാണിക്കുക. അപ്പനെ കയ്യേറ്റം ചെയ്യുന്ന മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. അമ്മയെ ആട്ടി ഓടിക്കുക. നമ്മൾ പന്ത് തട്ടുന്നത് പോലെ ഒരു തട്ട് അങ്ങോട്ട്, ഒരു തട്ട് ഇങ്ങോട്ട്. എന്താ ഇവിടെ മാത്രം അമ്മ നിൽക്കുന്നത്? അവനും മകനല്ലേ, അതിന് അവിടെ പോയി നിൽക്ക്, അവൻ കുറച്ച് മരുന്ന് വാങ്ങട്ടെ, അവൻ കാര്യങ്ങൾ നടത്തട്ടെ, ഇന്നിവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ് അമ്മയെ ഇറക്കി വിടുന്ന മക്കൾ, അമ്മയെ ആട്ടിയോടിക്കുന്ന മക്കൾ. അമ്മയുടെ വേദന നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ. ആ കുടുംബത്തിൽ നമ്മൾ പോകുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്നൊരു പെയിനുണ്ട്. ആ കണ്ണുനീരവിടെ വീണാണ്ടല്ലോ, നമ്മൾ 100 അല്ല 1000 ഹല്ലേലൂയ പറഞ്ഞാലും അതൊന്നും ഒരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കണം നമ്മൾ. ഹല്ലേലൂയ. പ്രാർത്ഥന മാത്രം പോരാ, നമുക്ക് ജീവിതം വേണം, സാക്ഷ്യം വേണം, വചനം വേണം, കൃപ വേണം, പരിശുദ്ധാത്മ സമൃദ്ധി വേണം. ഇത് വേണമെങ്കിൽ പേരൻസിനെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണമെന്ന് കർത്താവ് പറയുന്നു. ഒപ്പം സഭയുടെ കണ്ണുനീര്, അഭിഷിക്തരെ, വൈദികരെ, നമ്മുടെ സമർപ്പിതരെ, ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ പിതാക്കന്മാരെ എല്ലാം നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം. കുറ്റം പറയരുത്. കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നേ ദൈവത്തിൻ്റെ വചനം പറയുന്നു. എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോകരുത്. ഞാൻ ഇതിനോട് ബന്ധത്തിൽ ഒരു സ്ഥലത്ത് സംഭവിച്ചൊരു കാര്യം നിങ്ങളോട് ഞാൻ നാളെ പങ്കുവെക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ അഭിഷിക്തന്മാർക്കെതിരെ നീ കരമുയർത്തരുത്, അവരെ ദുഷിക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ്. സഭയുടെ കണ്ണുനീര്, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്, അനാഥരുടെ കണ്ണുനീര്, നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ കണ്ണുനീര്, നിസ്സഹായരായിട്ടുള്ളവരുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ നിലവിളിക്കും. അതൊരിക്കലും അനുഗ്രഹമല്ല. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങാം. കർത്താവ് പരിശുദ്ധ കുർബാനയെ നമ്മുടെ മധ്യേ വരികയാണ്. നമ്മളാരും മനസ്സ് കലങ്ങണ്ട, അസ്വസ്ഥരാകേണ്ട. ദൈവവചനത്തിലൂടെ സത്യങ്ങൾ ആത്മാവ് പറഞ്ഞു തന്നത് നാം നമ്മെ തന്നെ പരിശോധിക്കുവാനും, നാം ശരിയായി നമ്മെ വിധിക്കുവാനും, മാറ്റേണ്ടത് മാറ്റുവാനും, തിരുത്തേണ്ടത് തിരുത്തുവാനും, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാനും, അങ്ങനെ നമ്മുടെ ഫാമിലി ട്രീ കർത്താവിന് രക്ഷാകരമായി സൗഖ്യത്തിൽ നിറയുവാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറുവാൻ സ്വർഗം നമുക്ക് ഈ ദിനങ്ങൾ തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നമ്മുടെ ശുശ്രൂഷയുടെ സമാപന ദിനമാണ്. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. സാധിക്കുന്ന എല്ലാവരും നിങ്ങൾ കുമ്പസാരിക്കണം. പൂർണ്ണ കുമ്പസാരം നടത്തി കർത്താവ് തരുന്ന പാപമോചനം സ്വീകരിച്ച് പ്രസാദവരത്തിൻ്റെ അനുഭവത്തിലായിരിക്കണം. നാളെ
നമ്മുടെ തലമുറകളുടെ സൗഖ്യത്തിനു വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കും. കൂടുതൽ സമയം നമ്മൾ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കും. നാളെ സാധിക്കുന്ന എല്ലാവരും അവരുടെ ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നാളത്തെ ഒരു ദിവസത്തെ ശുശ്രൂഷയെങ്കിലും ഇതുവരെ കൂടാത്തവരെ നിങ്ങൾ കൂട്ടണം. അനേകർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. നിങ്ങൾ പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ടെലിവിഷനിലൂടെ ശുശ്രൂഷകൾ അനേകർ കാണുവാനായിട്ട് തയ്യാറാകണം. നിങ്ങളവർ ഒരുക്കണം, സജ്ജമാക്കണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈശോ തരുന്ന രക്ഷാകര സൗഖ്യം സ്വന്തമാക്കി അവിടുത്തെ ആത്മാവിൽ നിറയപ്പെടണം. ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ആരും ഇത് മിസ് ചെയ്യരുത്. കർത്താവ് തരുന്ന ഈ അവസരത്തെ നമ്മൾ തള്ളിക്കളയരുത്. ഏറ്റവും കൃപയോടെ സ്വീകരിക്കുക. ഒപ്പം നിങ്ങൾ ഈ ശുശ്രൂഷ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ടീം ഷെക്കേനയ്ക്ക് വേണ്ടി, ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വലിയ കോട്ടയായിട്ട് മാറണം, വലിയ കോട്ടയായിട്ട് മാറണം. അതുപോലെ തന്നെ സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കണം. പല ബാധ്യതകൾ ഈ നാളുകളിൽ വന്നിട്ടുണ്ട്. ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ചില ബാധ്യതകളുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സ് തുറന്ന് കൈയഴിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുക. ഈ ശുശ്രൂഷകളൊക്കെ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുന്നുവെങ്കിൽ ഇതിനെ നിലനിർത്തുവാനും വളർത്തുവാനും നിങ്ങളുടെ സഹായത്തിൻ്റെ കരങ്ങൾ നിങ്ങൾ നീട്ടിത്തരണം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മൾക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ ആവശ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ദൈവരാജ്യ വേലകളെ നമ്മൾ സഹായിക്കുമ്പോൾ കർത്താവ് അതിനു വേണ്ട അനുഗ്രഹവും നന്മയും നമുക്ക് പ്രദാനം ചെയ്യും.